ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ റൊട്ടിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ദാൽ ഫ്രൈൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എന്നും നോൺ വെജ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഒരു ദിവസം ഇതുപോലെയൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 200 ഗ്രാം ചെറുപയർ പരിപ്പിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഈ ഒരു ഉള്ളി മതി. ഇനി നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർക്കുക. അപ്പോൾ നല്ല എരിവ് വേണമെന്നുള്ളവരാണെങ്കിൽ പച്ചമുളക് കൂടുതലായിട്ട് ചേർക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരുപാട് അങ്ങോട്ട് എരിവ് കഴിക്കാറില്ല. അതുകൊണ്ട് ഞാൻ മസാലയിലൊക്കെ അളവ് എപ്പോഴും കുറച്ചിട്ടാണ് ചേർക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ എരിവ് നല്ലോണം കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വലിയ തക്കാളി അരിഞ്ഞതാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഉള്ളി ഒരു തക്കാളി ഇത്രയൊക്കെ തന്നെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഇതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി ഒന്ന് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഗരം മസാല ലാസ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് ചേർക്കണില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കരുത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. തീ ഒന്ന് കുറച്ച് വെച്ചിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ചെറുപയർ പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറുപയർ പരിപ്പ് നിങ്ങൾ ഒന്ന് കുതിർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ചെറുപയർ പരിപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കുക. ഇത് നിങ്ങൾ കുക്കറിൽ ചെയ്യരുത്. കുക്കറിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടഞ്ഞു പോവും. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പരിപ്പ് മുങ്ങി കിടക്കുന്ന ഒരു പാകത്തിന് വെള്ളം ഒഴിക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമ്മൾ ഒരു ഇടയ്ക്കൊന്ന് 2-3 പ്രാവശ്യം തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ ചെറുപയർ പരിപ്പും തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടയരുത് കേട്ടോ. നമ്മൾ പായസത്തിലേക്കൊക്കെ വേവിക്കുമ്പോൾ നല്ലോണം ഉടച്ചിട്ടാണ് എടുക്കാറുള്ളത്. അത്രയും ഉടയരുത്. ഉടയാതെ തന്നെ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉള്ളത്. ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ആ കുറച്ച് വെള്ളം കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ചു വെക്കുക കേട്ടോ. ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക നിങ്ങൾ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പരിപ്പായിട്ട് നമുക്ക് കിട്ടണം കേട്ടോ. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ച് ഒഴിക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു വെളുത്തുള്ളി അല്ലി ഒന്ന് ചെറുതാക്കി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. എങ്ങനെ വേണമെങ്കിലും അരിയട്ടോ. ഞാൻ നീളത്തിൽ അങ്ങോട്ട് അരിഞ്ഞു എന്നുള്ളൂ. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയിട്ടൊന്ന് തീ ഓഫാക്കിയിട്ട് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിലൊക്കെ കൂടുതലായിട്ട് ചേർക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആ ഓയിലൊക്കെ തെളിഞ്ഞ് നിൽക്കണ ആ ഒരു പാകത്തിന് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഓയിലൊക്കെ വീട്ടിൽ ചെയ്യുമ്പോൾ വളരെ കുറച്ചിട്ട് ചെയ്യാം. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഓയിൽ ഇങ്ങനെ മുകളിൽ നിൽക്കുന്ന ആ ഒരു പാകത്തിനാവും കിട്ടുക. അപ്പം ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പം നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.